ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകണം എന്താ വെച്ചാൽ എന്താ ഗോബി മഞ്ചൂരി. അതായത് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഗോബി മഞ്ചൂരിയാണ് കേട്ടോ. ഓക്കെ അത് നമ്മൾ സാധാരണ വ്ലോഗിലൊക്കെ കാണുന്ന പോലെ എല്ലാ ഐറ്റംസും കൊണ്ട് ഉണ്ടാക്കണമെന്നല്ല, വീട്ടിലുള്ള സാധനം കൊണ്ട് തട്ടിക്കൂട്ട്. അതെ. അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പറിച്ചെടുക്കണം കേട്ടോ. നെയ്ച്ചോറുണ്ടാക്കിയാലോ? ഗോബി മഞ്ചൂരിക്ക് നെയ്ച്ചോറ് സാധാരണ ഫ്രൈഡ് റൈസ് ആണ്, പക്ഷെ നമുക്ക് നെയ്ച്ചോറ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാല്ലേ. തട്ടിക്കൂട്ടാണല്ലോ, അത് കോമ്പിനേഷൻ തട്ടിക്കൂട്ടാണ്. അപ്പൊ നെയ്ച്ചോറും ഗോബി മഞ്ചൂരി ഇതപ്പത്തേനും കട്ട് ചെയ്തെടുക്കൂലേ? ഞാൻ നെയ്ച്ചോറിനുള്ളത് ചെയ്യട്ടെ. നെയ്ച്ചോറിനുള്ള അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളം അങ്ങനെ വെച്ചിട്ട് നമുക്ക് വെക്കാം. അല്ല വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ. ഞാനിതിലേക്ക് നെയ്യും പട്ട ഗ്രാമ്പു ഏലക്കായി കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേ വെള്ളം നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇത് കഴുകി വെച്ച അരി ഇടാം. അരി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പിട്ട് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി മൂടി വെച്ച് കൊടുക്കാം. കോളിഫ്ലവർ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഇതും ഒന്ന് വേവിക്കാൻ വെച്ചുകൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വേവിക്കാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിത്തെ വെള്ളം ഊറ്റിക്കളയണം കേട്ടോ. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ വെള്ളം കൂറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെള്ളം പോകണം. നമുക്കിത് ഫ്രൈ ചെയ്യാനുണ്ട്, പിന്നെ കറി വെക്കാനും ഉണ്ട്. അപ്പോൾ അതേ ഇതിലേക്കുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. ഈ ഒരു സ്പൂണിൻ്റെ അളവിൽ ഒരു 4 സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട്, പിന്നെ 2 സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതായത് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം കൂട്ടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ മസാലപ്പൊടികളൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത് കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം കേട്ടോ. അതേ മസാല ഒക്കെ കൂട്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ ഞാനെല്ലാം ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു 2-3 ട്രിപ്പായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇത് ഇത്രയും ഉണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്തതും വേണം നമുക്ക്, പിന്നെ നമ്മളുടെ ഗോബി മഞ്ചൂരിക്കുള്ള കറിക്കുള്ളതും വേണം. അപ്പോൾ ഇത് നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് പൊരിച്ചു പോരാം കേട്ടോ. ഈ ഒരു കളറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എടുക്കുകയും ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ഞാനൊരു സവോള എടുത്തിട്ടുണ്ട്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക. ഇതൊക്കെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിന് ശേഷം ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ സോയാ സോസ് വേണം, റെഡ് ചില്ലി വേണം, പക്ഷേ എൻ്റെ റെഡ് ചില്ലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗ്രീൻ ചില്ലിയാണ് ഇട്ട് കൊടുക്കണം. അതെ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. സോയാ സോസ് പിന്നെ റെഡ് ചില്ലി 3 സോസ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഗ്രേവിക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കുറച്ചധികം ഉള്ളതുകൊണ്ട് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഗ്രേവി കുറുകാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറുക്കി കൊടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോഴത്തേന് ഞാനിവിടെ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ സവോള ഇട്ടിട്ട് നല്ലോണം വഴറ്റട്ടെ. പാനിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ എല്ലാം കൂടി പാനിൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചട്ടി തന്നെ എടുത്ത്. പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് വഴറ്റാം കേട്ടോ. നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ ഈ സോസ് ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് കട്ടിയിൽ വരും. നമുക്ക് ഗ്രേവി നല്ല കട്ടിയിട്ട് വരും.
കേട്ടോ. അത് ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ നമുക്ക് ഗ്രേവി നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്, കുറുക്കി വന്നിട്ടുണ്ട്. ഉണ്ടോ? ഫ്ലെയിം നമുക്ക് കുറച്ച് വെക്കാം കേട്ടോ. കുറച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള കോളിഫ്ലവർ ഇതിലേക്ക് ഇടാം കേട്ടോ. ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ടുള്ള ഞങ്ങൾക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതേ നമ്മളെ ഗോപി മഞ്ചൂരി റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഒരു ഗോപി മഞ്ചൂരി ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇച്ച വന്നിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ അതെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്ത് പേര് വിളിക്കുന്നത് നിങ്ങൾ തന്നെ പറയാം. ഇച്ച തിന്ന് കഴിഞ്ഞിട്ട് അല്ലേ, കഴിച്ചു കഴിഞ്ഞിട്ട് ഇച്ച പറയുന്നതായിരിക്കും. എൻ്റെ കറി ഇത് ഉദ്ദേശിച്ചത് എന്താണ്? അങ്ങനല്ല, അങ്ങനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇത് കളർ ഇടുന്ന വെച്ചാൽ ഇതിനേലും നല്ല ഭംഗിയിൽ വരുന്നുണ്ടോ. ഞാൻ കളറൊന്നും അങ്ങനെ ഇട്ടില്ല. പിന്നെ സോസ് ഞാൻ കുറച്ച് വെച്ചിട്ടുള്ളൂ. എന്താ ഞാൻ അതിന്റെ ഈ ചോറില് എങ്ങനെ ഉണ്ടെന്ന് നോക്കാട്ടോ. കഴിച്ചോക്കട്ടെ. ഇല്ലാന്നാണോ ഉണ്ടെന്നാണോ? ഫ്രൈഡ് റൈസ് അടിപൊളിയാണ്. ഫ്രൈഡ് റൈസ് ആണെങ്കിൽ അതിലാറ് അടിപൊളിയായിരുന്നു ഫ്രൈഡ് റൈസ്. അല്ലാതെ ഇതല്ല. ഞാൻ കഴിച്ചിട്ട് കറക്റ്റ് റിവ്യൂ പറയാം. അല്ല ഞാൻ പറയുന്ന പറഞ്ഞപ്പോ ഓരോന്ന് പുറത്തു വരുന്നുണ്ട്. ഞാൻ കറക്റ്റ് പറഞ്ഞേക്കാം. കുഴച്ചിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. ഉള്ളതെന്ന് പറഞ്ഞാല് ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഈ കൊട്ടും കോമ്പിനേഷൻ പോലെ. അതാണ് സത്യം അല്ലേ? നെയ്ച്ചോർക്ക് ഇത് പറ്റൂല. കഴിച്ച് തിന്നാനുമില്ല. അങ്ങനെ ഒരു നെയ്ച്ചോർക്ക് ഒരു ഉരുളൻ കേക്ക് കുത്തുന്ന അങ്ങനത്തെ ഒരു വീടാണ് സത്യം. ഞാൻ ഫുള്ളായിട്ട് കഴിച്ചു. വലിയ കോമ്പിനേഷൻ ബേസ് ഫെയിൽഡാണ്. ട്രൈ ചെയ്യണ്ട. എന്നോട് അപ്പളേ പറഞ്ഞു ബിരിയാണി കഴിച്ചിട്ട് പോവാന്ന്. ബിരിയാണി കഴിച്ചിരുന്നോട് കഴിക്കണ്ടെന്ന് പറഞ്ഞിരിക്കേണ്ട കാര്യമുണ്ടോ? കേട്ടാ മതി.